ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കൃഷിക്കാർക്ക് അഥവാ കാര്യസ്ഥർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഗുണം എന്താണ്? അത് വിശ്വസ്തതയും ഉത്തരവാദിത്വവും. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെയും ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയുടെയും നാം ആയിരിക്കുന്ന സമൂഹത്തിലും വെറും കാര്യസ്ഥർ മാത്രമാണ്. നാം ഒരിക്കലും ഉടമസ്ഥരല്ല. ആദ്യമായിട്ട് എനിക്ക് വിശ്വസ്തതയും അല്ലെങ്കിൽ ഉത്തരവാദിത്വവും ഉണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. ഒന്നാമതായിട്ട് നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളി, അത് പൗരോഹിത്യമായിരിക്കാം, സന്യസ്ത ജീവിതമായിരിക്കാം, കുടുംബ ജീവിതമായിരിക്കാം, ഏകസ്ഥ ജീവിതമായിരിക്കാം. ജീവിത അന്തസ്സിന് അനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്വവും വിശ്വസ്തതയും എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യമായി നാം വിശകലനം ചെയ്യണം. രണ്ടാമതായിട്ട് നാം ആയിരിക്കുന്ന സമൂഹം, അത് ചിലപ്പോൾ നമ്മുടെ ഇടവകയായിരിക്കാം, നമ്മുടെ തന്നെ ഭവനമായിരിക്കാം, നാം ജീവിക്കുന്ന സമൂഹമായിരിക്കാം. ഇവിടെ ആ സമൂഹത്തിന്, ഇടവകയ്ക്ക്, കുടുംബത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഉത്തരവാദിത്വത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അത് വളരെ ആകർഷകമാണ്, എല്ലാവരെയും ദൈവത്തിലേക്ക് നയിക്കുന്നതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും ഉത്തരവാദിത്വവും വിശ്വസ്തതയും മറ്റുള്ളവർക്ക് ദൈവത്തിലേക്കുള്ള ആകർഷകമായിട്ടുള്ള ഒരു വഴിയാണോ? ഫലം പുറപ്പെടുവിക്കുന്നതാണോ? എൻ്റെ സമൂഹ ജീവിതം, എൻ്റെ കുടുംബജീവിതം എൻ്റെ ചുറ്റുമുള്ളവർക്ക് ആകർഷകമാണോ? അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു കുടുംബമാണോ? ഫലം പുറപ്പെടുവിക്കുന്ന, ദൈവത്തിന് കാലാകാലങ്ങളിൽ ദിവസേനയുള്ള ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം, വിശ്വസ്തതയൊക്കെ നൽകുന്ന ഒരു ഭൂമിയാണോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും എൻ്റെ സമൂഹവുമെന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്ന ഒരു വാചകമുണ്ട്: ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ അധ്വാനമല്ല, മറിച്ച് അനുസരണമാണ്. ദൈവത്തിൻ്റെ വിളിയോടുള്ള സമൂഹ ജീവിതത്തോടുള്ള അനുസരണം. അതിനാൽ നാം ഫലം പുറപ്പെടുവിക്കുന്ന കാര്യസ്ഥരാണോ, കൃഷിക്കാരാണോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്കറിയാം, ആ അവിശ്വസ്തരായിട്ടുള്ള കാര്യസ്ഥർക്ക് വന്നത്, അവർക്ക് ആ ദുഷ്ടന്മാരെ യജമാനൻ നശിപ്പിച്ചു കളയുന്നത് നാം കാണുന്നുണ്ട്. ഇതുപോലെ ആകരുത് നമ്മുടെ ജീവിതവും. നാം ആയിരിക്കുന്ന ഭൂമിയിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.